CBSE 12ാം ക്ലാസ് പരീക്ഷയിലെ തന്റെ ഫിസിക്സ് പരീക്ഷയുടെ ഉത്തരക്കടലാസിലുണ്ടായ ക്രമക്കേട് വേദാന്ത് ശ്രീവാസ്തവ എന്ന ഡൽഹി സ്വദേശിയായ ഒരു വിദ്യാർത്ഥി എക്സിൽ ഒരു പോസ്റ്റിലൂടെ പങ്കുവച്ചിരുന്നു. എന്നാൽ ആ വിദ്യാർത്ഥിയെ പാകിസ്ഥാനി എന്ന് വിളിച്ച് അധിക്ഷേപിക്കുകയായിരുന്നു ദൂരദർശനിലെ ഒരു പ്രമുഖ അവതാരകൻ. ദൂരദർശനിലെ പ്രൈം ടൈം ഷോ അവതാരകനായ അശോക് ശ്രീവാസ്തവയാണ് വിദ്യാർത്ഥിയുടെ എക്സ് പോസ്റ്റ് ഷെയർ ചെയ്തുകൊണ്ട് പാകിസ്ഥാനികളും ഇപ്പോൾ CBSE പരീക്ഷ എഴുതാനായോ എന്ന അധിക്ഷേപം പങ്കുവച്ചത്. ഈ കഴിഞ്ഞ മെയ് 23-ന് CBSE റിസൾട്ട് വന്നപ്പോൾ വേദാന്തിന് ഫിസിക്സ് പേപ്പറിന് മാർക്ക് വളരെ കുറവായിരുന്നു. തുടർന്ന് ഉത്തരക്കടലാസിൽ പകർപ്പിന് അപേക്ഷിച്ച വേദാന്തിനെ CBSE അപ്ലോഡ് ചെയ്തു കൊടുത്ത് തന്റെ ഉത്തരക്കടലാസ് അല്ലെന്ന് പൂർണ്ണമായും ബോധ്യമായിരുന്നു. മാർക്ക് പുനഃപരിശോധിക്കാനായി CBSEയിൽ നിന്ന് തന്റെ ഉത്തരക്കടലാസ് ആവശ്യപ്പെട്ട വേദാന്തിന് ലഭിച്ചത് മറ്റൊരു വിദ്യാർത്ഥിയുടെ ഉത്തരക്കടലാസ് ആയിരുന്നു. CBSEയിൽ ഈ വിഷയം പരാതിപ്പെട്ടിട്ടും രക്ഷയില്ലാതെ വന്നതോടെ സമൂഹമാധ്യമ അക്കൗണ്ടിൽ ഉത്തരക്കടലാസുകൾ വേദാന്ത് പോസ്റ്റ് ചെയ്യുകയായിരുന്നു. അതിനെ തുടർന്ന് വലിയ സൈബർ ആക്രമണമാണ് സംഘപരിവാർ പ്രൊഫൈലുകൾ ഈ വിദ്യാർത്ഥിക്ക് നേരെ നടത്തി. CBSE ഈ വർഷം മുതൽ 12ാം ക്ലാസ് പരീക്ഷകൾക്ക് നടപ്പാക്കിയ ഓൺ സ്ക്രീൻ മാർക്കിംഗ് സിസ്റ്റം വലിയ വിമർശനങ്ങളും ക്രമക്കേട് ആരോപണവും ക്ഷണിച്ചു വരുത്തി. നിരവധി വിദ്യാർത്ഥികൾ പരാതികളുമായി രംഗത്ത് വന്നതോടെ കേന്ദ്രമന്ത്രിക്ക് പോലും ആ വീഴ്ച സമ്മതിക്കേണ്ടി വന്നിരുന്നു. എന്നിട്ടും ഒരു സാധാരണക്കാരനായ വിദ്യാർത്ഥിയെ ഈ വിഷയത്തിൽ കടന്നാക്രമിക്കുന്ന ശൈലിയാണ് സംഘപരിവാർ ക്യാമ്പ് സ്വീകരിച്ചിരിക്കുന്നത്. ശരിക്കും 3 പേരാണ് സർക്കാരിനെ വിറപ്പിച്ച ഈ പോരാട്ടത്തിൽ മുന്നിൽ നിന്നത്. 19 വയസ്സുള്ള നിസർഗ അധികാരി സിലിഗുരി സ്വദേശിയാണ്. ഒരു എത്തിക്കൽ ഹാക്കറായ നിസർഗാണ് ഹൈദരാബാദ് ആസ്ഥാനമായ കോഎംറ്റിന്റെ പോർട്ടലിലെ വീഴ്ചകൾ ആദ്യമായി CBSEയെ അറിയിക്കുന്നത്. അതായത് ആ പോർട്ടലിൽ ആർക്കും നുഴഞ്ഞു കയറാം, മാർക്കുകൾ തിരുത്താം, കുട്ടികളുടെ സ്വകാര്യ വിവരങ്ങൾ ശേഖരിക്കാം. അങ്ങനെ എന്തും അതിൽ സാധ്യമാണെന്ന് ബോർഡിനെ നിസർഗ് അറിയിച്ചു. CBSE OSM മൂല്യനിർണ്ണയം പ്രഖ്യാപിച്ച മുതൽ നിസർഗ് ഇതേ പോർട്ടൽ പലതവണ ഹാക്ക് ചെയ്ത് കാണിക്കുകയും ചെയ്തു. എന്നാൽ ഇത് ചൂണ്ടിക്കാണിച്ച് നിസർഗ് അയച്ച മെയിലുകളിൽ ആരും മറുപടി നൽകിയില്ല. ഒടുവിൽ അതെല്ലാം നിസർഗ് തന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിലൂടെ പുറത്തുവിട്ടു. അപ്പോഴാണ് ഈ കള്ളക്കളികൾ ജനം തിരിച്ചറിയുന്നു. അതേപോലെ 17 വയസ്സുകാരൻ ജാർഖണ്ഡിലെ സാർത്ഥക് സിദ്ധാന്ത് OSMന്റെ പോർട്ടലിന്റെ വിശ്വാസ്യത അന്വേഷിക്കാനാണ് റിസൾട്ട് വന്ന ശേഷമുള്ള നിരവധി ദിവസങ്ങൾ ചെലവിട്ടത്. ഓൺലൈൻ എക്സ്പെർട്ടായ സാർത്ഥക് പോർട്ടലിലെ CBSEയുടെ ടെൻഡർ രേഖകൾ ഒത്തുനോക്കി 15 പൊരുത്തക്കേടുകൾ കണ്ടെത്തി. കോഎംറ്റ് എഡ്യൂടെക്കിന് വേണ്ടി കൃത്രിമം നടത്തിയെന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞത് സാർത്ഥക് ആയിരുന്നു. ഈ 3-man ആർമിയാണ് ഇന്ത്യയിലെ വിദ്യാഭ്യാസ രംഗത്തിന് ആകെ കളങ്കമായി മാറിയ വലിയൊരു സ്കാം കണ്ടെത്തി ജനങ്ങളെ അറിയിച്ചത്. അതിന് അവർക്ക് നേരിടേണ്ടി വന്നത് രാജ്യദ്രോഹികളെന്നും പാകിസ്ഥാനികൾ എന്നുമുള്ള വിളികളായിരുന്നു.